സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സോംബി ഫാം ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു സോംബി സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്പോണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമ്മളിനി അവിടെ പോയിട്ട് സോംബി ഫാം ഉണ്ടാക്കി അവിടെ നിന്നും എക്സ്പി കളക്ട് ആക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ സ്കെൽട്ടൺ ഫാം ഉണ്ട്, അത് ബോണിന് വേണ്ടിയാണ്. ഇത് അടുത്തായതുകൊണ്ട് നമ്മൾ XP ഫാം ആക്കാൻ പോവുകയാണ്. സോ അധികം വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. മാക്സിമം സബ്സ്ക്രൈബൊക്കെ ചെയ്തോ ഗെയ്സ്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം ഗെയ്സ്. നമ്മളപ്പോൾ നമ്മുടെ സ്പോണിൻ്റെ അടുത്താണ്, ഇവിടെ ഇല്ല സ്പോൺ. ഇപ്പോൾ റൂണ് സ്പോൺ, അങ്ങോട്ട് പോകുമ്പോഴാണ് സ്പോണുള്ളത്. അപ്പോൾ നമുക്ക് റിസോഴ്സൊക്കെ കളക്ട് ചെയ്യണം ഗെയ്സ്. എൻ്റെ കുതിര എവിടെ? തീരൊക്കെ ചാടണവൻ. എൻ്റെ കുതിര എവിടെ? അവനൊരു പേര് കണ്ടുപിടിച്ചറില്ല, അവൻ എവിടെയെന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് കുതിരനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ സോംബി സ്പോണറിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് സ്പോണർ. അപ്പോൾ ഇവിടെ എവിടെയെന്നല്ലേ വെയിറ്റ് നമ്മൾ ഈ വെള്ളത്തിലോട്ട് ചാടണം. അപ്പോൾ അതെ, അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലായിട്ട് ഇത് ഇവിടെ ആയിട്ടാണ് സോംബി സ്പോണർ ഉള്ളത്. ഞാൻ ചുമ്മാ ഇതിനകത്തോട്ടെടുത്ത് ചാടിയപ്പോൾ കണ്ടതാണ് കുറേ സോംബി നിൽക്കണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയൊക്കെ അപ്പോൾ ഇവിടെ സ്പോണർ. എനിക്കറിഞ്ഞൂടാ, ഇങ്ങനെ സ്പോണാവോന്ന് അറിഞ്ഞൂടാ, ഇതെന്തോ ബഗ്ഗാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ അധികം വെച്ച് താമസിപ്പിക്കാണ്ട് തന്നെ നമുക്ക് നേരെ ഫാമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഫാം ഉണ്ടാക്കണ വീഡിയോ സ്പീഡിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് പോയിട്ട് കണ്ടോ ഗൈസ്. നമ്മളിനി ഇവിടെ നിന്ന് 4 ബ്ലോക്ക് വൈഡിൽ നമ്മൾ അങ്ങോട്ട് കുഴിക്കണം. അങ്ങനെ എല്ലാ സൈഡും കുഴിക്കണം ഗൈസ്. ഇപ്പോൾ ഒരു സൈഡായി, ഇനി അപ്പുറത്തെ സൈഡ് കുഴിക്കട്ടെ. ചെസ്റ്റൊക്കെ പൊട്ടി ചാട്ടട്ടെ ഗൈസ്. ഇവിടെ നിന്ന് ഇനി 1 2 ഇനി 2 ബ്ലോക്കും കൂടി അങ്ങോട്ട് കുഴിക്കണം. ഓക്കെ, അതും കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എത്ര ബ്ലോക്കാണെന്നാവോ? 1 2 3 ഗൈസ്, 3 ബ്ലോക്ക്. 1 ബ്ലോക്കും കൂടി കുഴിക്കുക. അപ്പോൾ 1 മതി, അതും കൂടി നോക്കട്ടെ. ഓക്കെ, ഇനി അപ്പുറത്ത് വെള്ളമാണ് ഗൈസ്. 1 2 3 ആ വെള്ളത്തിലാണ്. ഞാൻ ഈ വെള്ളം നടക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ വെള്ളമൊക്കെ അടച്ച് ഇനി ബ്ലോക്കൊക്കെ ഒന്ന് മൈൻ ചെയ്ത് മാറ്റണം. അപ്പോൾ അത് മാറ്റണ വീഡിയോ നിങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ കണ്ടു. അപ്പോൾ നിങ്ങൾ ഇനി അത് പോയിട്ട് കണ്ടോട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി ഇവിടെ നിന്ന് 4 ബ്ലോക്ക് അടിയിലോട്ടും കൂടി മൈനാക്കണം. എന്നിട്ട് നേരെ ഇനി 5 ബ്ലോക്കും കൂടി പോകണം. 5 ബ്ലോക്ക് പോകണം. അപ്പോൾ ഫുള്ള് മൈനാക്കണം ഗൈസ് അതുപോലെ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി ചെയ്യാനാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉണ്ടാക്കാൻ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ അപ്പോൾ അത് പോയി കണ്ടാൽ മതി. ഇത് ഫുള്ള് മൈനാക്കട്ടെ. ഗേസ്, അപ്പോൾ ഇവിടെ മത്സരമാണ് ഗേസ്. ഫസ്റ്റ് ആര് ബ്ലോക്കൊക്കെ ഫുള്ള് മൈൻ ചെയ്യുമെന്ന് പറഞ്ഞ്, അതെന്തായാലും നന്നായി. നമ്മുടെ പണി ഇച്ചിരിയെങ്കിലും കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഫുള്ള് ബ്ലോക്ക് മൈനാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് വാട്ടർ ഒഴിക്കണം. വാട്ടർ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒരു സ്ഥലത്ത് വന്നാൽ അതെൻ്റെ ആകുമ്പോൾ നമ്മൾ അവിടെ 2 ബ്ലോക്കും കൂടി അടിയിലോട്ട് മൈനാക്കി അവിടെയും വാട്ടർ ഒഴിക്കും. അപ്പോൾ ഗേസ്, ഞാനപ്പോൾ വാട്ടർ ബക്കറ്റ് എടുക്കാൻ മറന്ന് ഞാൻ അതെടുത്തുകൊണ്ട് പറ്റി. അപ്പോൾ ആ വാട്ടർ ബക്കറ്റ് ഇട്ടുണ്ട്. ഒരു വാട്ടർ ബക്കറ്റ് ഒരു വാട്ടർ ഇടുക, അത് കഴിഞ്ഞിട്ട് 1 ബ്ലോക്ക് അവിടെ ഇട്ട് അവിടെ നടക്കുന്നിടത്ത് വീണ്ടും ഒഴിക്കുക, വീണ്ടും എടുക്കുക, വീണ്ടും ഒഴിക്കുക, വീണ്ടും എടുക്കുക, വീണ്ടും ഒഴിക്കുക. ഒഴിച്ചത് മാറിപ്പോയി, വീണ്ടും എടുക്കുക, എന്നിട്ട് അത് അവിടെ ഒഴിക്കുക, പിന്നെ എടുക്കുക, പിന്നെ ഒഴിക്കുക, പിന്നെ എടുക്കണ്ട. ഇനി എൻ്റെ ആവണ ഭാഗത്തുനിന്ന് നമ്മൾ ഇനി 2 ബ്ലോക്ക് അടിയിലോട്ട് ഒഴിക്കും. അത് വെയിറ്റ് ഗേസ്. അവിടെ നിന്നൊരു വാട്ടർ ബക്കറ്റ് എടുക്കട്ടെ. അവിടെ നിന്നല്ല, ഞാൻ എന്താ കാണിക്കണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അവിടെ ഒഴിച്ചിട്ട് നിൽക്കണം. ഓക്കെ, ഇനി ആ ബക്കറ്റൊക്കെ എടുത്ത് മാറ്റി
ഇവിടെ 2 ബ്ലോക്ക് അടിയിലോട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഏറ്റവും അറ്റത്ത് വരെ ഇങ്ങനെ മൈനാക്കി പോകണം. ഓക്കെ, ഞാനൊന്ന് മൈനാക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് മൈനാക്കി കഴിഞ്ഞ് ഇനി ടോർച്ച് വെക്കട്ടെ. നമ്മുടെ പിക്കാക്സ് തൊട്ടാറായി. ഇനി അതും കൂടി ഒന്ന് പുതിയത് ഉണ്ടാക്കട്ടെ കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുക്കട്ടെ. ഓക്കെ, നീ അവിടെ ഇരി. ഇനി ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുക്കുക. പിക്കാക്സ്. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കി. ഇനി ഇത് പൊട്ടിച്ചാട്ടട്ടെ. പൊട്ട് വേഗം പൊട്ട്, സമയമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് അടിയിലോട്ട് പോകണം. അടിയിലോട്ട് പോയിട്ട് വാട്ടർ പാക്കറ്റ് ഇരിക്കാൻ മറന്നു. വാട്ടർ പാക്കറ്റ് എടുക്കട്ടെ. എല്ലാം മറവിയാണ് ഗൈസ്. വലിയ ഗുളിക ഉണ്ടാവുമോ മറവിക്ക്? ഞാൻ വയസ്സൊക്കെയായി, എന്ത് ചെയ്യാനാണ്? പായപൂത്രി. ഇനി അടിയിലോട്ട് കുറച്ച് പോകണം. 21 ബ്ലോക്കെങ്ങാണ്ടും പോയാൽ മതി എന്ന് തോന്നണം. അപ്പോൾ ഞാൻ അടിയിലോട്ട് വിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഫാമും കൂടി ഒന്ന് ഉണ്ടാക്കട്ടെ. അതായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഫുള്ള് കില്ലിങ് ചാമ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യുക. 2000 years later. ഗൈസ് കില്ലിങ് ചേമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സ്ലാബ് ഒന്ന് വെക്കട്ടെ ഗൈസ്. ഫസ്റ്റ് സ്ലാബ് ഉണ്ടാക്കട്ടെ. സ്ലാബ് അവിടെ സ്ലാബ് തന്നെ സ്ലാബ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് വിടക്കണം. എന്നിട്ട് അടിയിലത്തെ ബ്ലോക്ക് ഒന്ന് പൊട്ടി കളയട്ടെ. ഓക്കെ, ഇനി നമ്മൾ അവിടെ ഹോപ്പർ വെക്കണം. ഹോപ്പറിൻ്റെ 3 ചെസ്റ്റ് എടുക്കുക. 3 എന്തിനാണെന്ന് പറഞ്ഞില്ല. അത് മറ്റേ ലൂട്ടൊക്കെ കയറാൻ വേണ്ടിയാണ്. ബാക്കി 2 ചെസ്റ്റ്. ഇപ്പം 3 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേഗം ഓക്കെ, ഇനി ഒരു ഹോപ്പർ ഉണ്ടാക്കുക. 2 ചെസ്റ്റ് എടുക്കുക. എന്നിട്ട് ഒരു 2 ചെസ്റ്റ് എടുത്ത് ഇവിടാക്കുക. അതിന് ശേഷം ബാക്കിലോട്ട് പോയിട്ട് അവിടെ ഈ ഹോപ്പറും കൂടി ഒന്ന് വെക്കണം. ഓക്കെ, അപ്പോൾ ഫാം സെറ്റാണ്. അപ്പോൾ ഞാൻ അടുത്തൊന്ന് മേളിൽ പോയിട്ട് ഓണാക്കിയിട്ട് വരാം. ഗൈസ് ചെറിയൊരു കയ്യപ്പത്തം പറ്റി. നമ്മൾ ഏറ്റവും അടിയിൽ കൊണ്ടോ കില്ലിങ് ചേമ്പർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അത് മേളിൽ നിന്ന് സോംബീസ് ഒന്നും വന്നില്ല. പിന്നെ ഫാം ഓഫ് ചെയ്തിട്ട് ഇച്ചിരി കൂടി മേളിലോട്ട് കയറി. എന്നിട്ട് ഇവിടെ ഒരു കില്ലിങ് ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇതൊക്കെ നമ്മൾ വർക്കാക്കും. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് ഫുള്ള് മൈനാക്കി വർക്കാവുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടൻറ്റ് വേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വർക്കാക്കട്ടെ ഗൈസ്. അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഫാം ഒന്ന് ഓണാക്കാം. അവിടുത്തെ ടോർച്ചും പിന്നെ ഇവിടെ ഒരു സോംബീസ് ഉണ്ട്, അതും കൂടി ഓഫ് ചെയ്യാം. ഓക്കെ, സോംബീസൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇത് നടക്കട്ടെ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് പോവാം. നമ്മളത് ഇതുവഴിയാണ് വേ സെറ്റാക്കി വെക്കണത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നേരെ പോയിട്ട് ലെഫ്റ്റ് തിരിയുക. എന്നിട്ട് അടിയിലോട്ട് പോവുക. പിന്നെ റൈറ്റ്. പിന്നെ അവിടെ നിന്ന് മേളിലോട്ട് പോവുക. ഗൈസ് വർക്കായാൽ മതിയായിരുന്നു. ഗൈസ് വർക്കാണ്. സോംബി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സോംബി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോഡും പൊട്ടി. ഒരു പുതിയ സോഡ് ഉണ്ടാക്കട്ടെ. നല്ല ലക്കാണ്. എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഇവിടെ അടിയിൽ വെച്ചിട്ട് വന്നേക്കുന്നു. ഓക്കെ, ക്രാഫ്റ്റിൻ്റെ ഇവിടെ എടുത്ത് ഇനി നമുക്ക് സോഡ് ഉണ്ടാക്കാം. ഓക്കെ, സോഡ് ഉണ്ടാക്കി മുകളിലോട്ട് വിട്ട് അവരെയൊക്കെ ഒന്ന് കൊല്ലട്ടെ. അപ്പോൾ ഫാം വർക്കിംഗ് ആണ്. ഇന്നത്തെ കണ്ടൻ്റ് ഒന്നും വേസ്റ്റായി പോയിട്ടില്ല. അപ്പോൾ ഫാം സ്റ്റിൽ വർക്കിംഗ് ആണ്. സോംബീസ് എഫിഷ്യൻ്റ് അല്ല, എന്നാലും വർക്കിംഗ് ആണ് സംഭവം. അപ്പം നമുക്ക് സോംബി വന്ന് ഓക്കെ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഔട്ടർ അറിയാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സെറ്റായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഔട്ടർ അറിയാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ 1 പരാജയമാണെന്നൊന്നും പറയാൻ പറ്റൂല. പരാജയമായേനെ, ബട്ട് നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമുക്ക് ഇവിടെ കണ്ടാലറിയാം ഫുള്ള് വർക്കിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്കും കൂടിയും ചെയ്തു. അല്ലെങ്കിൽ ഈ മോന്ത കണ്ടില്ലേ, ഈ മോന്ത രാത്രി സ്വപ്നമായിട്ട് വരും, നിങ്ങളെയൊക്കെ പേടിപ്പിക്കും. ഓക്കെ, ഭീഷണിയാണെന്ന് കേൾക്കരുത്, പക്ഷേ ഭീഷണിയാണ്. അപ്പോൾ ടാറ്റ ഗുഡ് ബൈ സി യു. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ഗൈസ്, ടാറ്റ. ഇനി നാളെ കാണാം.